അതുപോലെയാണ് ഇത്. റൺവേനെ ഓരോ പിന്നെ ദിവസവും ഒരു സമയം കഴിയുമ്പോൾ റൺവേനെ കഴുകി കളയണം. ലാൻഡിങ് ടച്ച് പോയിന്റിലാണ്. ഇപ്പം പിന്നെ ഡീസൽ വണ്ടി ഭയങ്കര കുറവല്ലേ? കണ്ടിട്ട് ഇപ്പോഴത്തെ ഇതില് പെട്രോൾ അല്ലെങ്കിൽ ഇലക്ട്രിക് തന്നെ. ഇടക്കാലത്ത് ഡീസൽ വണ്ടിക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു. ഡീസൽ വണ്ടിക്ക് പക്ഷേ ഇപ്പൊ നോംസ് പ്രകാരം ഡീസൽ വണ്ടി ഇറക്കുന്നത് കുറച്ച് നിർത്തി, പിന്നീട് ഹോണ്ട നിർത്തി. അത് പൊല്യൂഷനിലേതല്ലേ? പൊല്യൂഷൻ അതില് BS6 ഇപ്പൊ സ്റ്റേജ് 2 ഇറക്കിയിട്ടുണ്ട്. ആ സ്റ്റേജിൽ വീണ്ടും കുന്താപുര ബാംഗ്ലൂർ ഒരു ബസ് ഓടുന്നുണ്ട്. അത് മെർസിഡസ് ബെൻസിന്റെ ബസ്. അത് ട്രയൽ ബസ്സാണ്. നല്ല ബസ്സായിരുന്നല്ലോ അവരുടെ. നല്ല ബസ്സായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. അവരുടെ എഞ്ചിൻ ഉണ്ടല്ലോ, കപ്പലിന്റെ എഞ്ചിൻ വരെ അവരുണ്ടാക്കുന്നുണ്ട്. സ്കാനിയ അവർ എഞ്ചിനാണ് അവർ ഇമ്പോർട്ടൻറ്റ് ഇത് ഫേമസ്. ഇതെല്ലാം പിന്നെ നമുക്ക് ഇവിടെ 1980-ലോ 90-ലോ എന്തോ ഈ മാഗ്ലിഫ്റ്റിന് ഹൈ സ്പീഡ് ട്രെയിനിന് വേണ്ടിയിട്ട് കൊട്ടേഷൻ വിളിച്ചപ്പോൾ വേറെ ആരും തയ്യാറായില്ല. ടെക്നോളജി ട്രാൻസ്ഫറിന് അവസാനം കാവസാക്കിയാണ് തയ്യാറായി ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തത്. ഇപ്പോഴത്തെ ഇന്ത്യയിലെ എല്ലാ പിന്നെ ഇതും ടെക്നോളജി ട്രാൻസ്ഫറും മെയ്ക്ക് ഇൻ ഇന്ത്യ ആക്കണം എന്ന് പറഞ്ഞിട്ടില്ലാട്ടാണ് കോൺട്രാക്ട് എല്ലാം. ഇപ്പൊ ഇതും അങ്ങനെ വരുന്നുണ്ട്. റാഫേലും സുഖോറിന്റെ മേടിച്ചിട്ട് ഇന്ത്യ അതിനെ ഇമ്പ്രൂവ് ചെയ്തിന് കുറെ. ലോക്കൽ മിസൈൽസ് ആണ് നമ്മൾ ആരും കണ്ടതുപോലും ഇല്ല. ഒരു സെക്യൂരിറ്റി ഫോഴ്സ് കണ്ടില്ല, പക്ഷെ നാട്ടുകാരെല്ലാരും കണ്ടിട്ടുണ്ട്. അതിന്റെ മിസൈലിന്റെ സീക്കറാണ് എല്ലാവർക്കും വേണ്ടത്. അതിന്റെ ഫ്രണ്ടില് അത് എവിടെ പോണെന്നുള്ള അതിന്റെ ഗൈഡിങ്